അതായത് 7-ാം തീയതി ജനിച്ചവർ, 16-ാം തീയതി ജനിച്ചവർ, 25-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ സൈക്കിക് നമ്പർ 7ന്റെ കീഴിൽ വരുന്നതാണ്. സൈക്കിക് നമ്പർ 7നെ റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് കേതു ആണ്. ഓക്കെ, കേതു ഒരു മിസ്റ്റീരിയസ് പ്ലാനറ്റ് ആണെന്ന് നമുക്കറിയാം, ഒരു ഹെഡ്ലെസ് പ്ലാനറ്റ് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ സൈക്കിക് നമ്പർ 7നെ നമ്മളൊരു മാജിക്കൽ നമ്പറായിട്ടാണ് പറയാറ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. വളരെ കാമായിട്ടുള്ള ഒരു നമ്പറാണിത്. മറ്റുള്ളവരോട് വളരെ ശാന്തമായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഇവർ. മൃഗങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ആനിമൽ ലവേഴ്സാണ് ഇവർ. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ്. ഫാമിലിക്കൊക്കെ വളരെ വാല്യൂ കൊടുക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. ഇതൊരു പക്ഷേ ഇത് ഓവറാകും, അതാണ് ഇവരുടെ ഒരു പ്രശ്നം. അത്രത്തോളം സഹായിക്കാൻ തയ്യാറുള്ള ആളുകളാണ് ഇവർ. പൊതുവേ ഇവർ ഇൻട്രോവേർട്ടായിട്ടാണ് ഇവരെ കാണുന്നത്. കാര്യം ഇവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും അവതരിപ്പിക്കാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ കുറവ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് ഇവർ കൂടുതൽ ഷൈൻ ചെയ്യുന്നത്. അവിടെ ഇവർ വളരെ കംഫർട്ടാണ്. അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് ഇവർക്കുണ്ട്. ശരിക്കും വിസ്ഡത്തിൻ്റെ ഒരു നമ്പറാണ് 7 എന്ന് പറയുന്നത്. കാര്യം കേതു വിസ്ഡത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അറിവുള്ള ആളുകളാണ്. പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവർക്ക്. കേതുവിനറിയാം, ഹെഡ്ലെസ് ആയതുകൊണ്ട് ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൃത്യമായ ഡയറക്ഷൻ അറിയാത്തത് പോലെയൊക്കെ ഫീൽ ചെയ്യും. വളരെ ക്യൂരിയോസിറ്റി ഉള്ള ആളുകളാണ് ഇവർക്ക്. ഈ കൺഫ്യൂഷൻ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിസർച്ച് പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ താല്പര്യമാണ് ഇവർക്ക്. എന്ത് വിഷയവും അതിൻ്റെ റൂട്ടിലോട്ട് പോകാൻ ഇവർക്ക് വളരെ താല്പര്യമാണ്. അതിൻ്റെ ലോജിക്ക് അറിയാനോ അതിൻ്റെ റീസണിങ്ങിന് വേണ്ടിയൊന്നുമല്ല, അതിൻ്റെ റിയൽ ട്രൂത്ത് എന്താണ്, അതിന് പിന്നിലുള്ള സത്യം എന്നറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആളുകളാണ്. അതിനുവേണ്ടി മെനക്കെടുന്ന ആളുകളാണ്, അത് അന്വേഷിച്ച് പോകുന്ന ആളുകളാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. കാര്യം ഹെഡ്ലെസ് ആയിട്ടുള്ള പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ കണ്ണുകൊണ്ട് കാണുന്നത് ഇവർക്ക് കാണാൻ സാധിക്കില്ല. ഭൗതികമായ ലോകമല്ല ഇവർക്ക്. ഇവരുടെ ഉള്ളിൽ ആന്തരികമായൊരു ലോകമുണ്ട്. ആ ആന്തരികമായ ലോകത്തിലാണ് ഇവർ പലപ്പോഴും കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യലൈസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മന്ത്രം, തന്ത്രം, ആസ്ട്രോളജി, ടാരോട്ട്, വിച്ച് ക്രാഫ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. ഒക്കൾട്ട് സയൻസ്, ഇതിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളുകളാണ്. അതിൽ പോവുക, അതിൽ റിസർച്ച് ചെയ്യുക. കാര്യം അവിടെയൊക്കെ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. കാര്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് പല സത്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടാവും. ഈ അനുഭവങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ് ഇവർ. വളരെ ഇൻറ്റ്യൂട്ടീവായ ആളുകളാണ്. ഇൻറ്റ്യൂട്ടീവ് സോൾ എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. കാര്യം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി അറിയാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഇവർ. ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലാകും. എന്നിട്ട് ഇവർ പറയുകയും ചെയ്യും, അയാൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. പല കാര്യങ്ങളും ഇവർക്ക് സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും.